ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം നമുക്ക് ചിന്തിക്കുവാൻ ദൈവം തരുന്ന തിരുവചനം 2 ദിനവൃത്താന്തം 26-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വചനം നമുക്ക് വായിക്കാം. എന്നാൽ അവൻ ബലവാനായപ്പോൾ അവൻ്റെ ഹൃദയം അവൻ്റെ നാശത്തിനായി നിഗളിച്ചു. അവൻ തൻ്റെ ദൈവമായ യഹോവയോട് കുറ്റം ചെയ്ത് ധൂപപീഠത്തിൽ ധൂപം കാട്ടുവാൻ യഹോവയുടെ ആലയത്തിൽ കടന്നു ചെന്നു. നോക്കിക്കേ, അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ബലവാനായപ്പോൾ അവൻ്റെ ഹൃദയം അവൻ്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. ഊസിയ രാജാവിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പം ബലവാനാവുമ്പോൾ ഇന്ന് ഊസിയ രാജാവ് മാത്രമല്ല, ഇന്ന് നാം ഓരോരുത്തരും ബലവാന്മാരാവുമ്പോൾ, അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ, അനുഗ്രഹിക്കപ്പെടുമ്പോൾ, നാം എന്തൊക്കെയോ നേടിയെന്ന് തോന്നുമ്പോൾ നമ്മുടെ ഉള്ളിൽ നാശത്തിനായി നിഗളം കടന്നു വരുന്നു. അപ്പോൾ നിഗളം നമ്മെ നശിപ്പിക്കും, ഗർവം നമ്മളെ നശിപ്പിക്കും. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പിശാചിൻ്റെ സ്വഭാവമാണ് നിഗളം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നാം ആ സ്വഭാവം നമ്മളിൽ ഉണ്ടാകുവാൻ ഇടയാകരുത്. എത്ര അഭിവൃദ്ധി പ്രാപിച്ചാലും, എത്ര ബലവാനായാലും, എത്ര അനുഗ്രഹിക്കപ്പെട്ടാലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിഗളിക്കുവാൻ ഇടയാകരുത് എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഊസിയാവിനെ പോലെ നശിച്ചു പോകുവാൻ ഇടയായി തീരാതെ നമുക്ക് നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കാം. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.